എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കെഫെയർ LSS ലിറ്റിൽ സ്റ്റാർസിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മലയാളത്തിലെ കുറച്ചു കാര്യങ്ങൾ പഠിക്കാം. മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് ഏതായിരുന്നു എന്ന് മക്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അമൃതം അല്ലേ? അമൃതം യൂണിറ്റിലെ 4 പാഠഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് വിശപ്പ്, ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ വിശപ്പ്. രണ്ടാമത്തേത് കൃഷ്ണഗാഥ, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. മൂന്നാമത്തേതോ ഗുരു നിത്യചൈതന്യയതിയുടെ സ്നേഹം താൻ ശക്തി. നാലാമത്തേത് ONV കുറുപ്പിൻ്റെ കുടയില്ലാത്തവർ. ഈ 4 പാഠഭാഗങ്ങളിലും നാം കാണുന്നത് സ്നേഹത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളാണ്. സ്നേഹം പ്രമേയമാക്കിക്കൊണ്ട് ഈ യൂണിറ്റിൽ മനുഷ്യരാശിക്ക് സ്നേഹത്തിൻ്റെ ശക്തി പറഞ്ഞു തരുന്ന കഥകളും കവിതകളുമാണ് ഒന്നാമത്തെ ഈ യൂണിറ്റിൽ നമുക്കുള്ളത്. ഈ ഓരോ പാഠഭാഗങ്ങളും നാം അതീവ ശ്രദ്ധയോടുകൂടി കടന്നു പോവേണ്ടതുണ്ട്. കാരണം ഓരോ പാഠഭാഗത്തിലെയും ആശയം എന്താണ്, കവി ആരാണ്, കവിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, ഓരോ പാഠഭാഗത്തിലുമുള്ള പുതിയ പദങ്ങൾ ഏതൊക്കെയാണ്, നാം പഠിച്ചിരിക്കേണ്ട പകരം പദങ്ങൾ ഏതൊക്കെ, വിപരീത പദങ്ങൾ ഏതൊക്കെ എന്നിങ്ങനെ നാം ഓരോ പാഠത്തിലും അതീവ ശ്രദ്ധയോടുകൂടി നാം പഠിച്ചു കഴിഞ്ഞാൽ LSSൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് വ്യക്തമായി ഉത്തരം എഴുതാൻ കഴിയും. നാം വെണ്ണക്കണ്ണൻ എന്ന പാഠഭാഗം പഠിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? കവി പരിചയം പഠിച്ചു അല്ലേ? പകരം പദങ്ങൾ പഠിച്ചു. കവിതയിലെ പ്രയോഗഭംഗി, ശബ്ദഭംഗി, താളഭംഗി, ഇഷ്ടപ്പെട്ട വരികൾ, ഇഷ്ടപ്പെടാനുള്ള കാരണം, ഈ വരികളും ഇപ്പോഴുള്ള അവസ്ഥയുമായി പൊരുത്തപ്പെടുത്തൽ അല്ലെങ്കിൽ താരതമ്യം ചെയ്യൽ ഒക്കെ നാം നടത്തി. വളരെ മനോഹരമായി തന്നെ നാം കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി അല്ലേ? കൂട്ടുകാർ തയ്യാറാക്കിയ ആസ്വാദനക്കുറിപ്പ് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. നമുക്ക് ഒരു പുതിയ കവിത കാണാം. മക്കൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന മനോഹരമായ ഒരു കവിത, പൂക്കാലം. മക്കൾ സാവധാനത്തിൽ ഈ കവിതയൊന്ന് വായിച്ചു നോക്കൂ. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, എല്ലായിടവും പുഷ്പഗന്ധം പരത്തി, മെല്ലൊന്നു തെക്കുന്നു വീശുന്നു വായു, ഉല്ലാസമീ നീണ്ട കൂകൂരവത്താൽ, എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ, പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളെ, പാടിപ്പറന്നെത്തി തത്തയെല്ലാം, കേടറ്റ നെല്ലിൻ കതിർക്കാമ്പു കൊത്തി, കൂടാർന്ന ദിക്കോർത്തു പോവുന്നു വാനിൽ, ചന്തം ധരക്കേറെയായി ശീതവും പോയി, അന്തിക്കു പൂങ്കാവിലാളേറെയായി, സന്തോഷമേറുന്നു ദേവാലയത്തിൽ, പൊങ്ങുന്നു വാദ്യങ്ങൾ വന്നു വസന്തം, നാഗത്തിൽ നിന്നോമനെ നിന്നെ വിട്ടി, ലോകത്തിനാനന്ദമേകുന്നതീശൻ, ഈ കൊല്ലമീ നിന്റെ പാദം തൊഴാം ഞാൻ, പോകല്ല പോകല്ല പൂക്കാലമേ നീ, പോകല്ല പോകല്ല പൂക്കാലമേ നീ, പോകല്ല പോകല്ല പൂക്കാലമേ നീ. മക്കൾ കവിത കേട്ടല്ലോ. കൂട്ടുകാർക്ക് കവിത ഇഷ്ടമായോ? ഓക്കെ, എന്തായിരിക്കും ഈ കവിത ഇഷ്ടപ്പെടാനുള്ള കാരണം?
എനിക്ക് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം കവിതയുടെ ഭംഗി തന്നെ അല്ലേ? എന്നാൽ കവിതയുടെ ആശയത്തിലേക്ക് മക്കൾ ഇറങ്ങിയോ? ഇല്ല അല്ലേ? അങ്ങനെ വേണമെങ്കിൽ മക്കൾ ഈ കവിത 1-2 തവണ ശ്രദ്ധയോടുകൂടി വായിക്കണം. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, എല്ലായിടവും പുഷ്പഗന്ധം പരത്തി, മെല്ലൊന്നു തെക്കുന്നു വീശുന്നു വായു, ഉല്ലാസമീ നീണ്ട കൂകൂരവത്താൽ, എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ, പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളെ, പാടിപ്പറന്നെത്തി തത്തയെല്ലാം, കേടറ്റ നെല്ലിൻ കതിർക്കാമ്പു കൊത്തി, കൂടാർന്ന ദിക്കോർത്തു പോവുന്നു വാനിൽ, ചന്തം ധരക്കേറെയായി ശീതവും പോയി, അന്തിക്കു പൂങ്കാവിലാളേറെയായി, സന്തോഷമേറുന്നു ദേവാലയത്തിൽ, പൊങ്ങുന്നു വാദ്യങ്ങൾ വന്നു വസന്തം, നാഗത്തിൽ നിന്നോമനെ നിന്നെ വിട്ടി, ലോകത്തിനാനന്ദമേകുന്നതീശൻ, ഈ കൊല്ലമീ നിന്റെ പാദം തൊഴാം ഞാൻ, പോകല്ല പോകല്ല പൂക്കാലമേ നീ, പോകല്ല പോകല്ല പൂക്കാലമേ നീ, പോകല്ല പോകല്ല പൂക്കാലമേ നീ. അങ്ങനെ ഒരു പരിചിതമല്ലാത്ത കവിത കിട്ടുമ്പോൾ എത്ര തവണ നമ്മൾ വായിക്കുന്നുവോ നമുക്ക് ആ കവിതയുടെ ആശയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. കവിതയുടെ ആശയം മനസ്സിലാക്കിയാൽ മാത്രമേ കവിതയ്ക്ക് ഭംഗിയായി ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറ്റൂ. ശരി, ഇനി ഞാൻ ഈ കവിതയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ മക്കളോട് ചോദിക്കാം. എല്ലാവരും റെഡിയല്ലേ? ശരി, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. മനോഹരം എന്ന പദത്തിനു പകരം കവിതയിൽ കവി ഉപയോഗിച്ചിട്ടുള്ള പദം ഏതാണ്? ചോദ്യം മനസ്സിലായോ? മനോഹരം എന്ന പദത്തിന് പകരമായി കവിതയിൽ കവി ഉപയോഗിച്ചിട്ടുള്ള പദം ഏത്? മക്കൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അടിവരയിട്ട പദം പിരിച്ചെഴുതുക. നോക്കൂ, ഏത് പദത്തിൻ്റെ അടിയിലാണ് വരയിട്ടിട്ടുള്ളത്? കാടന്തി അല്ലേ? കാടന്തി എന്ന പദം നമുക്ക് പിരിച്ചെഴുതാം. ശരി, എല്ലാ മക്കളും നോട്ട്ബുക്കിൽ കാടന്തി എന്ന പദം പിരിച്ചെഴുതി നോക്കൂ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കവിതയിൽ ഏതൊക്കെ പക്ഷികളെ കുറിച്ചാണ് കവി പറഞ്ഞിട്ടുള്ളത്? കവിതയിൽ ഏതൊക്കെ പക്ഷികളെ കുറിച്ചാണ് കവി പറഞ്ഞിട്ടുള്ളത്? മക്കൾ നന്നായി ശ്രദ്ധിക്കണേ. പക്ഷി എന്നല്ല ചോദ്യം, പക്ഷികൾ എന്നാണ്. അതായത് ഒന്നിൽ കൂടുതൽ. അതിൻ്റെ ഉത്തരം എഴുതും. ശരി, ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ കവിതയിൽ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതാണ്? ആ വരികൾ നോട്ട്ബുക്കിൽ എഴുതി നോക്കൂ. ഇഷ്ടപ്പെടാനുള്ള കാരണം കൂടി എഴുതി ചേർക്കണേ. ഇനി നമുക്ക് മക്കൾ എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാം. എന്തായിരുന്നു ഒന്നാമത്തെ ചോദ്യം? കവിതയിൽ
മനോഹരം എന്ന വാക്കിന് പകരം കവി ഉപയോഗിച്ച പദം ഏത്? നോക്കൂ, ചന്തം അല്ലേ? ചന്തം എന്നാണ് കവി മനോഹരത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? പദം പിരിച്ചെഴുതുക. കാടന്തി. കാടന്തി എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയിരിക്കും? കാട് പ്ലസ് അന്തി. കാട് പ്ലസ് അന്തി, കാടന്തി. ഓക്കെയാണല്ലോ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരുന്നു? മൂന്നാമത്തെ ചോദ്യം, കവിതയിൽ കവി പറഞ്ഞിട്ടുള്ള പക്ഷികൾ ഏതൊക്കെയാണ്? അല്ലേ? തത്ത, കേടറ്റ നെല്ലിൻ കതിർക്കാമ്പു കൊത്തി കൂടാർന്ന ദിക്കോർത്തു പോകുന്ന പക്ഷികൾ, അതായത് തത്തകൾ. വരിയിൽ വ്യക്തമായി തത്ത എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് കിട്ടും. ഇനി തത്ത കൂടാതെ ഒരു പക്ഷി കൂടെയുണ്ട്, അതായത് കോകിലങ്ങൾ. മക്കൾ കേട്ടിട്ടുണ്ടല്ലോ, കോകിലം. കോകിലം, കുയിൽ. തത്തയും കുയിലും, ഈ രണ്ട് പക്ഷികളെ പറ്റിയാണ് കവിതയിൽ കവി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? മക്കൾക്ക് ഉത്തരം ശരിയായിട്ടുണ്ടാവുമല്ലോ. എല്ലാ മക്കൾക്കും ഉത്തരങ്ങൾ ശരിയാക്കിയതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇനി നമുക്ക് ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. മക്കൾ താഴ്ന്ന ക്ലാസ്സുകളിൽ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. കവിതയ്ക്ക് മാത്രമല്ല, കഥയ്ക്കും നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാറുണ്ട്. ഇവിടെ പൂക്കാലം എന്ന ഈ കവിതയ്ക്ക് നമുക്കൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു നല്ല ആസ്വാദനക്കുറിപ്പിന് വേണ്ടത്? അതെ, നമുക്കറിയാലോ. ആദ്യമായിട്ട് കവിതയുടെ ആശയം എന്താണെന്ന് നോക്കേണ്ടതുണ്ട്. കവിതയുടെ ശീർഷകം, തലക്കെട്ട് എന്താണെന്ന് നോക്കേണ്ടതുണ്ട്. അങ്ങനെ നാം ഒരു നല്ല ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ തുടങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആശയം, തലക്കെട്ട്, അടുത്തതായിട്ട് കവിയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവിയെക്കുറിച്ച് 2 സെന്റൻസ് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. തന്നിട്ടുള്ള കവിതാഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് എന്ന് അറിയാമെങ്കിൽ അത് നമുക്ക് ആസ്വാദനക്കുറിപ്പിൽ സൂചിപ്പിക്കാം. ഇനി വരികളിലെ പ്രയോഗഭംഗി, ശബ്ദഭംഗി, അക്ഷരഭംഗി, താളഭംഗി ഇവയും നമുക്ക് ആസ്വാദനക്കുറിപ്പിൽ സൂക്ഷിക്കാം. അടുത്തതായിട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കവിതയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏവ, അത് ആ വരികളായിട്ട് തന്നെ ഉത്തര പേപ്പറിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആ വരികൾ ഇഷ്ടപ്പെടാനുള്ള കാരണവും നമ്മൾ എഴുതി ചേർക്കണം. ഇങ്ങനെ നാം സ്റ്റെപ്പായിട്ട് ഘട്ടം ഘട്ടമായി എഴുതുമ്പോൾ പാരഗ്രാഫാക്കി എഴുതിയാൽ വളരെ വ്യക്തത ഉള്ളതാവും. നമുക്ക് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. ഒരിക്കൽ കൂടി നാം ഓർമ്മിക്കുക, ഒരു നല്ല ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ കവിതയുടെ അല്ലെങ്കിൽ കഥയുടെ പ്രധാന ആശയം, കവി പരിചയം, ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, കവിതയുടെ തലക്കെട്ട് എന്താണ്, കവിതയിലെ ശബ്ദഭംഗി, അക്ഷരഭംഗി, താളഭംഗി, പ്രയോഗഭംഗി, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വരികൾ, ഇഷ്ടപ്പെടാനുള്ള കാരണം എല്ലാം എഴുതി ചേർത്ത് അവസാനം നിങ്ങളുടെ സ്വന്തമായ ഒരു അഭിപ്രായം കൂടി കൂട്ടിച്ചേർത്താൽ നമുക്ക് ആ ആസ്വാദനക്കുറിപ്പ് അവിടെ പൂർത്തിയാവും. ഓക്കെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പൂക്കാലം എന്ന കവിതയ്ക്ക് എല്ലാ മക്കളും മികച്ച ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൂ. സാധാരണയായി നമുക്ക് LSSന് ചോദിക്കുന്ന ചോദ്യങ്ങൾ 10 1 മാർക്കിൻ്റെയും 2 5 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ്. അതായത് 10 ചോദ്യങ്ങൾ 1 വേർഡ്, അടുത്ത 2 ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ്, അതായത് വിവരണാത്മക
ഉത്തരം തരുന്ന ചോദ്യങ്ങളായിരിക്കും. എന്നാൽ അതിൽ തന്നെ വൺ വേർഡ് ആയിട്ടുള്ള 1-2 ചോദ്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നാം കണ്ടെത്തിയ കവിത വായിച്ചു. കവിതയിൽ 2-3 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചല്ലോ. അതിനുശേഷം ആസ്വാദനക്കുറിപ്പും തയ്യാറാക്കി. ഇങ്ങനെ നാം LSS പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വ്യക്തമായി വായിച്ച് വ്യക്തമായ ഉത്തരം നൽകിയാൽ മലയാളത്തിൽ 20 മാർക്കും നമുക്ക് വളരെ ഈസിയായി നേടിയെടുക്കാൻ കഴിയും. ഇപ്പോൾ 1ാമത്തെ യൂണിറ്റിലെ വെണ്ണക്കണ്ണൻ എന്ന പാഠവുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതുകൂടാതെ നമ്മൾ പാഠഭാഗത്തിലെ പകരം പദങ്ങൾ, പിരിച്ചെഴുത്ത്, വിപരീത പദങ്ങൾ, നാനാർത്ഥങ്ങൾ, സമാന പദങ്ങൾ, പര്യായ പദങ്ങൾ, കവിപരിചയം, കവിയുടെ കൃതികൾ, കവിയുടെ ജീവിതകാലം, കവിയുടെ അവാർഡ് കിട്ടിയ കൃതികൾ ഇത്യാദി കാര്യങ്ങൾ എല്ലാം പഠിച്ചു വെച്ചാൽ നമുക്ക് മുഴുവൻ മാർക്കും വളരെ ഈസിയായി കിട്ടുന്നതായിരിക്കും. എല്ലാ മക്കൾക്കും നമസ്കാരം.